ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദാക്കീസ് നെസ്റ്റ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആൻഡ് പഫി ആയിട്ടുള്ള പൂരിയും പൂരി മസാലയുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നൊന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പൂരിക്ക് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് വറുക്കാത്ത റവ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. വെള്ളം കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പോളം വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഈ മാവ് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇത് നല്ലോണം സോഫ്റ്റായി കിട്ടുന്നത് വരെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ മാവ് നല്ലോണം സോഫ്റ്റാക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും ഞാനിവിടെ ഒരു 5-6 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതിന് ശേഷം പ്രഷർ കുക്കറിലേക്ക് ഇട്ട് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്ത് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുത്ത് ഉഴുന്നുപരിപ്പ് നന്നായിട്ടൊന്ന് റോസ്റ്റായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടലപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടലപ്പരിപ്പ് നല്ലോണം റോസ്റ്റായി വരുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുത്ത് അതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 1 ടീസ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വരുമ്പോൾ അതിലേക്ക് 1 ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പാത്രം അടച്ചു വെച്ച് ക്യാരറ്റ് ഒന്ന് കുക്കായി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒരു 2 മിനിറ്റ് കൊണ്ട് നമ്മുടെ ക്യാരറ്റ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി പച്ചമുളക് വഴന്നു വരുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം നമ്മുടെ മഞ്ഞൾപ്പൊടിയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഉരുളക്കിഴങ്ങ് ഞാനിവിടെ മൊത്തത്തിൽ അങ്ങ് ഉടച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. കുറച്ച് കടിക്കാൻ കിട്ടുന്ന പാകത്തിനാണ് ഉടച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ ഒരു മസാലയും ഉരുളക്കിഴങ്ങും ഒക്കെ നല്ലോണം യോജിച്ച് വരുന്ന വിധത്തിൽ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങും മസാലയൊക്കെ നല്ലോണം യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. കാരണം നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനത്തിലേക്ക് ഒരിക്കലും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മളെ കറിക്ക് ടേസ്റ്റ് മാറിപ്പോവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ കറി ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരല്പം മല്ലിയില ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കാം. അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പൂരി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക്
പൂരി ചുട്ടെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടിയിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ഈ മാവ് നല്ലോണം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ബോൾസ് ആക്കി എടുക്കാം. ചപ്പാത്തിയുടെ ബോൾസിനേക്കാളും ഒരല്പം ചെറിയ ബോൾസ് ആയിട്ട് വേണം പൂരിയുടെ ബോൾസ് തയ്യാറാക്കാൻ. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു വലുപ്പത്തിലാണ് ബോൾസ് തയ്യാറാക്കി എടുക്കുന്നത്. മുഴുവൻ മാവും ഞാൻ ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു മാവ് വെച്ച് നമുക്ക് 15 പൂരി വരെ തയ്യാറാക്കി എടുക്കാം. ഇനി പൂരി പരത്തിയെടുക്കാൻ വേണ്ടി പൂരി പ്രസ്സിലേക്ക് ഒരല്പം ഓയിൽ തടവിയതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബോൾസിൽ നിന്നും ഒരു ബോൾ ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി പൂരി പ്രസ് നല്ലോണം പ്രസ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ പൂരി ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ചൂടാവാൻ വെച്ചിട്ടുള്ള വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പരത്തിയെടുത്തിട്ടുള്ള പൂരി ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ പൂരി വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ പൂരി നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ മാവ് കുഴച്ചെടുക്കുമ്പോൾ നല്ലോണം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളെ പൂരി നല്ലോണം പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഈ പൂരി ഒന്ന് ബ്രൗൺ കളർ ആവാൻ വേണ്ടി തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ പൂരിയുടെ എല്ലാ ഭാഗവും നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അടുത്ത പൂരിയും ഇതുപോലെ നമുക്ക് പൊരിച്ചെടുക്കാം. ഞാൻ ഈ പൂരിയിൽ മൈദയൊന്നും ചേർത്തിട്ടില്ല, എങ്കിലും ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരിയാണ്. റവ ചേർത്തിട്ടുണ്ടാക്കിയ പൂരി ആയതുകൊണ്ട് തന്നെ ഇത് നല്ല മുരമുരാന്നിരിക്കുന്ന ഒരു പൂരിയും കൂടിയാണ്. അപ്പം മുഴുവൻ പൂരിയും നമുക്ക് ഇതുപോലെ പൊരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മുഴുവൻ പൂരിയും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൂരി മസാലയും പൂരിയും ഇതുവരെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. അതോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വെറൈറ്റി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.